മോൾക്ക് അച്ഛൻ എന്തൊക്കെ കൊണ്ടുവന്ന് നോക്ക്. ഫോറിൻ ആപ്പിള്. ആപ്പിളോടെ ആപ്പിളൂടെ ഉണ്ടായിരുന്നല്ല. ആപ്പിള് വെച്ചില്ല അയാൾ. അതെ, ഫോറിൻ ആപ്പിള്, ഫോറിൻ മുന്തിരി, ഗ്രീൻ കളർ മുന്തിരി. ഇതെന്താണെന്നറിയോ? ഓറഞ്ച്. ഇന്നത് മാളൂന് ഏറ്റവും ഇഷ്ടമുള്ള നാടൻ മാമ്പഴം. എനിക്ക് മാമ്പഴം ഇഷ്ടമില്ല. എന്റെ അച്ഛൻ്റെ അതേ ഹ്യൂമർ സെൻസ്. എനിക്കാ തമാശ, കോമഡി. എന്റെ അച്ഛൻ ഇതേപോലെ ആയിരുന്നു. ഇന്നു മുതൽ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത് അച്ഛനായിരിക്കും. അതിന് എല്ലാ ദിവസവും അമ്മ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. എന്താ അച്ഛൻ ഉണ്ടാക്കിയാൽ കഴിക്കൂലേ? അല്ല, അങ്ങനെയല്ല, അമ്മ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ അച്ഛൻ വെറുതെ ഉണ്ടാക്കുന്ന ഞാൻ ചോദിച്ചത്. അത് ഇന്നലെ വരെ. ഇന്നു മുതൽ നിങ്ങളുടെ ഭക്ഷണങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോണത് അച്ഛനാണ്. അങ്ങനെ ഇപ്പൊ അവള് മാത്രം നിങ്ങളെ നോക്കിയാൽ പോരല്ലോ, അച്ഛനും നോക്കണ്ടേ? അത് ശരി അച്ഛാ. അമ്മ നിൽക്കുന്നോണ്ടാ ഞാൻ അച്ഛനോട് പറയാതിരുന്നത്. അച്ഛൻ ഞങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, അതാ ഞങ്ങൾക്ക് ഇഷ്ടം. അച്ഛൻ അമ്മയോട് സംസാരിക്കാൻ വന്നതാ. എനിക്കൊന്നും സംസാരിക്കാനില്ല. അമ്മ സംസാരിക്കണം. അമ്മ എനിക്ക് വാക്ക് തന്നതാ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടാവുന്നു. വേണ്ട മാളൂ, അമ്മക്ക് താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കാൻ നിൽക്കണ്ട. ഇത് എനിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാ. ഇപ്പൊ നമ്മൾ തമ്മിൽ വഴക്കുണ്ടായത് നീ ആരോടും പറയേണ്ട അബോർഷന് പോയണ്ടല്ലേ. അതറിഞ്ഞു കഴിഞ്ഞപ്പം സാധാരണക്കാരനായ എനിക്ക് ഒരു സംശയം തോന്നി. അങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ കാരണമായി കുഞ്ഞിനെ നമുക്ക് വേണ്ടാന്ന് വെച്ചൂടെ? എന്താണ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ? സന്തോഷമോ എന്റെ പ്രകാശേട്ടാ? ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് ഞാൻ അറിയാൻ വൈകിയല്ലോ. എന്ത് കാര്യം? നിങ്ങളുടെ ഏട്ടത്തിയെ നിങ്ങളുടെ ഏട്ടൻ ഡിവോഴ്സ് ചെയ്തു. ഡിവോഴ്സ് ചെയ്തെന്നാ? ചെയ്തില്ല, പക്ഷെ നിങ്ങളുടെ ഏട്ടൻ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു. നിന്നോട് ഇതാരാ പറഞ്ഞേ? നിങ്ങളുടെ ഏട്ടൻ തന്നെയാ പറഞ്ഞത്. ഇനി നിങ്ങളുടെ ഏട്ടത്തിക്ക് ഇവിടെ ഒരു സ്ഥാനവും ഇല്ല. നിങ്ങളുടെ അമ്മ തന്നെ പറയുന്ന കേട്ടോ, കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാൻ. എല്ലാവരും കൂടി അമ്മയെ പറഞ്ഞ് തിരിച്ചു കാണും, അല്ലാതെ അമ്മ ഇങ്ങനെയൊന്നും പറയില്ല. നമുക്ക് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? ആരെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാലും അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. അതെന്താ? ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ട് വീട്ടിൽ കയറിയാൽ മതി എന്ന് അമ്മ പറഞ്ഞേക്കുന്നത്. അല്ല, ഇപ്പൊ നേരത്തെ അബോർഷൻ ചെയ്യാൻ പോയെന്ന് പറഞ്ഞാണെന്നുള്ള പ്രശ്നം. അതൊക്കെ അപ്പോ ഇപ്പൊ അങ്ങേര് പറയുന്ന മാത്രം കേൾക്കുന്ന, അങ്ങേര് കീ കൊടുക്കുന്ന പാവയമ്മ. ആവണി കുഞ്ഞിനെ ഇല്ലാതാക്കിയ നമ്മൾ രക്ഷപ്പെട്ടു. ആ ഒരൊറ്റ കാരണം മതി തനിക്ക് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടാൻ. അതവള് ചെയ്യും വക്കീലേ. അമ്മയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അവൾക്ക് ഇനി ഈ വീട്ടിൽ കയറാൻ പറ്റില്ല. എന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് ഇങ്ങേരുടെ അല്ലെന്നാണ് ഇങ്ങേരും ഇങ്ങേരുടെ അമ്മയൊക്കെ പറയുന്നത്. അത് അമ്മക്ക് മനസ്സിലായോണ്ടാടി ഇതിനെ ഇല്ലാണ്ടാക്കാൻ പറഞ്ഞത്. എന്നാ ആ ഒരു സംശയം അങ്ങ് തീർക്കാന്ന് ഞാനും കരുതി. ആദ്യം ഞാൻ വിചാരിച്ചത് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല, സത്യം തെളിഞ്ഞോളൂ എന്നാ. പക്ഷെ എന്റെ കെട്ടിയോൻ ഇത്രയും വിഷമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു DNA ടെസ്റ്റ് നടത്താൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഈ സ്റ്റെപ്പിൽ നിന്ന് വീഴുന്ന പോലെ എണ്ണയാ, അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ടാ മതി, കാര്യം നടക്കും. ആ, അങ്ങനെയാണ് ഞാൻ എണ്ണ ഒഴിച്ചിടാം. അവര് തെന്നി വീണോളും. ഓ, ഈ പഴഞ്ചൻ ഐഡിയ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. രണ്ടും കുറെ പഴയ സിനിമ കണ്ടിട്ടുണ്ടല്ലേ? ആ ഇന്റർനെറ്റിൽ കയറി ഒന്ന് നോക്കിയാ പോരെ, വെറുതെ ആളെ തള്ളിയിട്ടൊന്നും കൊല്ലാൻ നോക്കണ്ട. അമ്മ ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ. അഞ്ജുനെ അറിയാത്തോണ്ടാ. അമ്മ പഴയ ടെററാ. അച്ഛന്റെ സഹോദരങ്ങളെയും ഭാര്യമാരെയും അച്ഛന്റെ അമ്മേനെ വരെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള ആളാ യശോദാമ്മ. അന്ന് അവര് അമ്മയെ കളിയാക്കി വിളിച്ചിരുന്ന പേരെന്താന്നറിയോ അഞ്ജുന്? ഡ്രാക്കുളാന്നാ. ഇനി മേലെ എന്റെ മോളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വരരുത്. ഇങ്ങോട്ട് പോടിയേ. ഇന്നോടല്ലേ അവളെ വിടാൻ പറഞ്ഞത്? മാറി നിൽക്ക്. ഞാനിപ്പോ ഈ അവസ്ഥയിൽ ക്രൂരനായാലും കുഴപ്പമില്ല. എനിക്ക് നിന്റെ അവസ്ഥ ഒന്ന് കാണണം. ആരാ നിന്നെ സഹായിക്കാൻ വരുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ഏട്ടത്തി, ആംബുലൻസ് ഞാനാ വിളിച്ച. ഇപ്പോ ഇത്
അഞ്ജുവിന് അറിയാതെ പറ്റിയതാ. ഇനി അറിഞ്ഞോണ്ട് പറ്റും. നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും. നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് നല്ല പേടിയുണ്ട്. ഇവളെ എന്തെങ്കിലും ചെയ്യോന്നല്ലേ നിന്റെ പേടി? ചെയ്യും. സ്ട്രോങ് ആയിട്ടിരിക്കണം കേട്ടോ. നിനക്ക് വേണ്ടി അമ്മ കഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഉപദ്രവിച്ച് നോക്ക്. നിങ്ങളെ വരുന്ന വഴി നിങ്ങളെയും തള്ളിയിടാൻ എനിക്കറിയാം. വെറുതെ എന്നെ കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കരുത്. നിന്റെ അമ്മയെ ഇതുപോലെയായിരുന്നു. ഇപ്പൊ കണ്ടല്ലോ ആരും ഇല്ലാണ്ട് കിടന്ന് നരകിക്കുന്നത്. എന്റെ അമ്മയുടെ കാര്യം നോക്കാനേ ഞങ്ങൾക്കറിയാം. ഒരു കാര്യം ഞാൻ കുഞ്ഞമ്മയോട് പറഞ്ഞിട്ട് പോവാനാ വന്നത്. വെറുതെ എന്റെ അമ്മയെ ദ്രോഹിക്കരുത്. ദ്രോഹിച്ചാ നീ എന്ത് ചെയ്യും? ഞാൻ എന്തും ചെയ്യും. ഇതൊരു വാണിംഗ് ആയിട്ട് കൊടുക്കും. അച്ഛമ്മ, അയ്യോ അയ്യോ അമ്മ, അച്ഛമ്മ. ഹലോ, എമർജൻസി. എന്തുപറ്റി? അച്ഛമ്മ വീണതാ. വീണെന്നാ? അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല കൊച്ചാ. അല്ല, ഞാൻ വിളിച്ചോളാം.